പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ തിരിച്ചടികൾ പ്രതികരണവുമായി ലോക നേതാക്കൾ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർഷങ്ങൾ നീണ്ടുനിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യമാണുള്ളതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷാവസ്ഥയിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ആശങ്ക രേഖപ്പെടുത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം എത്രയും വേഗം അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. പ്രശ്നം എങ്ങനെ നീണ്ടുപോകുന്നത് കാര്യങ്ങൾ കൂടുതൽ സംഘർഷത്തിലെത്തിക്കുമെന്നും ട്രംപ് പറഞ്ഞു. No, it's a shame. We just heard about it just as we were walking in the doors of the Oval. Just heard about it. I guess people knew something was going to happen based on a little bit of the past. They've been fighting for a long time. You know, they've been fighting for many, many decades and centuries, actually, if you really think about it. No, I just hope it ends very quickly. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ എക്സിൽ കുറിച്ചു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മാർക്കോ റൂബിയോട് ഇന്ത്യയുടെ സൈനിക നീക്കങ്ങളെപ്പറ്റി വിവരിച്ചതായി വാഷിംഗ്ടണിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷാവസ്ഥയിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ആശങ്ക അറിയിച്ചു. അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കാനും സമാധാനത്തിനെ ബാധിക്കുന്ന സംഘർഷങ്ങൾ ഒഴിവാക്കാനും ശ്രമിക്കണമെന്ന് UAE ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ് ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹിയാൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഓപ്പറേഷൻ സിന്ധൂറിന് പിന്തുണയുമായി ഇസ്രായേലും രംഗത്തെത്തിയിട്ടുണ്ട്. ഭീകരാക്രമണത്തിന് ഇന്ത്യക്ക് തിരിച്ചടിക്ക് അവകാശമുണ്ടെന്നാണ് ഇസ്രായേൽ അറിയിച്ചത്. സാധാരണക്കാർക്കെതിരെയുള്ള ആക്രമണത്തിൽ തീവ്രവാദികൾക്ക് ഒളിച്ചിരിക്കാനൊരു ഇടമുണ്ടാകില്ലെന്ന് ഭീകരവാദികൾ അറിയണമെന്ന് ഇസ്രായേലിലെ ഇന്ത്യൻ അംബാസഡറായ റുവൻ നസർ എക്സിലൂടെ കുറിച്ചു. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.